കുടുംബ കോടതിയുടെ കൗൺസിലിംഗിന്റെ ആദ്യ സിറ്റിംഗ് ആണ്. ദിവ്യയും രോഹിത്തും കൗൺസിലിംഗ് റൂമിന്റെ പുറത്തിരുന്ന കസേരകളിൽ അവരുടെ ഊഴത്തിനായി കാത്തിരിക്കുന്നു. മിനിമം 3 സീറ്റിംഗ് വേണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ആദ്യത്തേതിൽ തന്നെ കാര്യം കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നാണ് ദിവ്യയ്ക്ക്. രോഹിത് ആണെങ്കിൽ എനിക്കൊന്നും ഇനി കേൾക്കണ്ട എന്ന് പറഞ്ഞ് തന്റെ നല്ല വാക്കുകൾ എപ്പോഴും തടഞ്ഞുകൊണ്ടിരുന്ന ദിവ്യയോട് കുടുംബ കോടതിയിലെ കൗൺസിലറുടെ മുന്നിൽ വെച്ചെങ്കിലും പറയാനുള്ളത് പറയാമല്ലോ എന്ന ആശ്വാസത്തിലാണ്. എത്രയോ നാളായി അവൾ രോഹിത്തിന്റെ മനസ്സിനെ കാണാതായിട്ട്. എത്രയോ നാളായി അവൾ അവന്റെ വാക്കുകൾക്ക് കാതോർക്കാതായിട്ട്. ദിവ്യയ്ക്കും രോഹിത്തിനും അരികിലിരുന്ന മറ്റുള്ളവർ കൗൺസിലർ വരുന്നത് കണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ അവരും ഉടൻ തന്നെ എഴുന്നേറ്റ് നിന്നു. ആദ്യം ദിവ്യയും രോഹിത്തിനെയും തന്നെയാണ് കൗൺസിലിങ്ങിന് വിളിച്ചത്. അവരുടെ കേസ് ഫയൽ വായിച്ചു കഴിഞ്ഞ് കൗൺസിലർ രജനി മേനോൻ തന്റെ കസേരയിൽ ഒരു മിനിറ്റോളം ഒന്ന് ചാരിയിരുന്ന് കണ്ണടച്ചു. എപ്പോഴും സ്വന്തം ദാമ്പത്യ ജീവിതം സൈഡ് ട്രാക്കിലായിട്ട് ബാച്ചലർ ലൈഫിനെ നെഞ്ചോട് ചേർത്ത് ആനന്ദ ജീവിതം നയിച്ചിരുന്ന തന്റെ ഭർത്താവ് കിഷോറിനെ ഈ രോഹിത്തിന്റെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നി രജനിക്ക്. തന്റെ കല്യാണാൽബത്തിലും ഇടത് കൈയിലെ മോതിരവിരലിലെ വെഡ്ഡിംഗ് റിങ്ങിലും രാത്രി ഏറെ വൈകി കിടക്കാറിനെത്തുന്ന അവന്റെ തന്നെ ഓഫീസ് മുറി എന്ന് വിളിക്കുന്ന എക്സ്ട്രാ ബെഡ്റൂമിലും മാത്രം കണ്ടുവന്നിരുന്ന ഒരു ഭർത്താവ് അതായിരുന്നു കിഷോർ. രുചിയിലുണ്ടാക്കി വിളമ്പുന്ന ഭക്ഷണത്തിലോ അണിഞ്ഞൊരുങ്ങിയ തന്റെ അഴകിലോ മതിപ്പില്ലാത്ത കിഷോറിന്റെ മനസ്സ് എന്താണെന്ന് തന്നെ മനസ്സിലായില്ല രജനിക്ക്. ഒരു വേർപിരിയലിൽ അവസാനിച്ചു എല്ലാം. അവൾ ദിവ്യയുടെയും രോഹിത്തിനെയും കേസ് ഫയൽ വീണ്ടും തുറന്നു വെച്ചു. ദിവ്യയും രോഹിത്തും കൗൺസിലിംഗ് റൂമിലേക്ക് കടന്നു വന്നു. രണ്ടുപേരോടും മുന്നിലുള്ള കസേര ചൂണ്ടി ഇരിക്കാൻ കണ്ണുകളാൽ പറഞ്ഞു രജനി. ദിവ്യയുടെ നേർക്കു തന്നെയായിരുന്നു ആദ്യ നോട്ടവും ചോദ്യവും. രോഹിത്തിനെ പിരിയണമെന്ന് നിർബന്ധമാണോ മിസ്സിസ് ദിവ്യയ്ക്ക്? അതെ, എനിക്ക് തുടരാനാവില്ല മാഡം. ദിവ്യയുടെ ഉറച്ച ശബ്ദം. രോഹിത്തിനോ? നിരാശയിൽ തളർന്നു മങ്ങിയ രോഹിത്തിന്റെ കണ്ണുകളെ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു രജനിയുടെ ചോദ്യം. എനിക്ക് അവളെ പിരിയാനാവില്ല മാഡം. പക്ഷെ അവൾ പിരിഞ്ഞു പോകുന്നത് എനിക്ക് തടയാനും ആവില്ല. കാരണം എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് മാഡം. അതുകൊണ്ട് തന്നെ അവളുടെ ആഗ്രഹത്തിന് എതിരെ നിന്ന് അവളെ വിഷമിപ്പിക്കാനും എനിക്കാവില്ല. എന്താണ് ദിവ്യ ഇത്? ഇത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെയാണോ നീ വേണ്ടെന്ന് വെക്കുന്നത്? എനിക്ക് ഇത്ര ഇഷ്ടം വേണ്ട മാഡം. എനിക്ക് അതിലേറെ സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അതിന് ഈ ഇഷ്ടത്തിൽ എവിടെയാണ് സ്വാതന്ത്ര്യക്കുറവുള്ളത്? ദിവ്യ. രജനിയുടെ സ്വരത്തിൽ സ്നേഹമുണ്ടായിരുന്നു. പക്ഷെ അതവൾ തിരിച്ചറിഞ്ഞില്ല. മാഡത്തിന് മനസ്സിലാകാഞ്ഞിട്ടാണ്. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹം കൂടുന്നിടത്ത് സ്വാതന്ത്ര്യം കുറയും മാഡം. അകലാൻ തോന്നുന്ന അത്ര സ്നേഹക്കുറവിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യും. എനിക്കിതൊരു പുതിയ അറിവാണ് ദിവ്യ. രോഹിത് എന്തു പറയുന്നു? രജനി രോഹിത്തിനോട് ചോദിച്ചു. എനിക്ക് ഇവളോട് സ്നേഹം മാത്രമേ ഉള്ളൂ മാഡം. അത് ഇവൾ എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ പോലും എനിക്ക് അവളെ സ്നേഹിക്കാനേ കഴിയൂ. നിങ്ങൾ എന്തിനാണ് പിരിയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല. എനിക്കിനി നിങ്ങളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. ദിവ്യ കുറച്ചു നേരം പുറത്തിരിക്കാമോ? ഞാൻ രോഹിത്തിനോട് ആദ്യം ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ. ഓക്കെ മാഡം, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ദിവ്യ പുറത്തേക്ക് പോയി. രോഹിത് ഒന്ന് ദീർഘശ്വാസം എടുത്തു പോലെ തോന്നി രജനിക്ക്. അവൻ പ്രതീക്ഷയോടെ രജനിയുടെ കണ്ണുകളിലേക്ക് നോക്കി. പറയൂ രോഹിത്, എന്താണ് നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം? അവളോടുള്ള അടങ്ങാത്ത പ്രണയം തന്നെ മാഡം. അത്രയ്ക്ക് സ്നേഹം. അത് തന്നെയാവും പ്രശ്നം. അവൾ അതൊക്കെ നിഷേധിക്കുമ്പോഴും എനിക്ക് അവളോടുള്ള സ്നേഹത്തിനെ അത് ബാധിക്കുന്നില്ല എന്നത് എന്നെ തന്നെ സ്വയം വിസ്മയിപ്പിക്കുന്നുണ്ട്. അവൾ എന്നിൽ നിന്ന് എന്നേക്കുമായി അകലണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും അവളോടുള്ള എന്റെ ഇഷ്ടം കുറയുന്നില്ലല്ലോ. പക്ഷെ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. എന്നിലെ അളവില്ലാത്ത പ്രണയത്തിലെ അതിലൂടെ ഊറി വരുന്ന സ്നേഹത്തെ അണകെട്ടി നിർത്താൻ എനിക്ക് ആവില്ല മാഡം. രോഹിത്, നിങ്ങൾ വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ഒരു പെണ്ണ് തപസ്സിരുന്ന് നേടാൻ കൊതിക്കുന്ന പ്രണയ മനസ്സാണ് താങ്കളുടെ. ഇതൊരു കോടതി നടപടിക്കിടയിൽ ഒരു കൗൺസിലർക്ക് പറയാമോ എന്നറിയില്ല. എങ്കിലും ഇത് പറയുന്നതിൽ നിന്നും എനിക്ക് എന്റെ മനസ്സിനെ തടയാനാവുന്നില്ല മിസ്റ്റർ രോഹിത്. രോഹിത്തിന്റെ മുഖം ഒരു വെൺപൂവിന്റെ പ്രഭ പോലെ തെളിഞ്ഞു. ഇവർക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. കുറെ നാളായി തന്റെ സ്നേഹം കണ്ട ഒരു മുഖം കണ്ടെത്തിയ സന്തോഷമായിരുന്നു രോഹിത്തിന്. രജനി എന്ന കൗൺസിലറുടെ നേരെ ഈ നിമിഷം ഒരു കൈ കൂപ്പണമെന്ന് തോന്നിയെങ്കിലും ഒരു മര്യാദ ഭയം അവനെ അതിൽ നിന്നും വിലക്കി. മനസ്സിലേക്ക് ഉയർന്നുവെന്ന ആകാംക്ഷയിൽ രജനി അവനോടുള്ള ചോദ്യം തുടർന്നു. രോഹിത്, എന്താണ് അവൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്? അറിയില്ല മാഡം. ഒരു പക്ഷേ അവളുടെ അത്യാവശ്യവും നിറവേറ്റി കൊടുക്കാൻ ഞാൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവുന്നത് ഒരു പിന്തുടരലായി അതൊരു ശല്യമായി അവൾക്ക് തോന്നുന്നുണ്ടാകാം. പക്ഷെ അവൾക്ക് വേണ്ടി ഒരു കുഞ്ഞു കാര്യം ചെയ്തു കൊടുക്കുമ്പോഴും എനിക്കുണ്ടാകുന്ന ആനന്ദവും സംതൃപ്തിയും അവൾക്ക് മനസ്സിലാവണമെന്നില്ല മാഡം. മിക്കപ്പോഴും ഞാൻ തനിയെ ചെയ്തോളാം എന്നവൾ പറഞ്ഞാലും ഞാൻ അത് സമ്മതിക്കാതെ അവൾക്ക് വേണ്ടി അത് ചെയ്യും. അവൾക്കത് ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നതാണെന്ന് തോന്നലാവും അവൾക്ക്. അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങുന്നതെല്ലാം, അത് വസ്ത്രമായാലും ആഭരണമായാലും, അവൾ സ്വീകരിക്കുമെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം ഞാൻ തടയുകയാണെന്ന് തോന്നലാവും ഒരു പക്ഷെ അവൾക്കുണ്ടായെന്നിരിക്കാം. എനിക്കൊരു വിധം നന്നായി പാചകം ചെയ്യാൻ അറിയാം മാഡം.
അവൾക്ക് വേണ്ടി എന്തെങ്കിലും പാചകം ചെയ്താലും അവൾ അത് കഴിക്കും. പക്ഷെ എത്ര രുചിയുണ്ടെങ്കിലും അത് പറയില്ല. ഒരു പക്ഷെ അവൾ ഉണ്ടാക്കുന്നതിന് രുചി പോരാഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് എന്ന തോന്നൽ അവൾക്ക് ഉണ്ടാകുന്നുണ്ടാകാം. യാത്രകളിൽ ഓഫീസിലേക്കായാലും മറ്റെവിടേക്കായാലും കാറിൽ ഞാൻ അവളെ കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തന്റേടമില്ലാത്ത ഒരു പെണ്ണിനെ അവളുടെ ഭർത്താവ് കൊണ്ടു നടക്കുന്നുവെന്നും മറ്റുള്ളവർ കരുതുമെന്നും അവൾ അഭിമാനക്കുറവായി എടുക്കുന്നുണ്ടാവും. അതുപോലെയുള്ള എൻ്റെ എല്ലാ സ്നേഹപ്രകടനങ്ങൾക്കും അവൾക്ക് ഇഷ്ടപ്പെടാത്ത നിലയിലേക്ക് എത്തി നിൽക്കുകയാണിപ്പോൾ. ഒരു പക്ഷെ എൻ്റെ സാന്നിധ്യമില്ലാതെ അവളുടെ എല്ലാ കാര്യങ്ങളും അവൾക്ക് തന്നെ ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു വലിയ സ്വാതന്ത്ര്യമായിരിക്കും. അത് അവൾക്ക് അഭിമാനമാകും എന്ന് അവൾ കരുതുന്നുണ്ടാകാം മാഡം. അവളോടുള്ള അടങ്ങാത്ത പ്രണയത്തിന്റെ അഭിനിവേശം കൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു പോകുന്നത്. മിസ്റ്റർ രോഹിത്, ഏത് പെണ്ണും കൊതിച്ചു പോകുന്ന ഒരു പ്രണയ മനസ്സാണ് താങ്കളുടേത്. അതൊരു ഭാര്യയ്ക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്നെ പോലും അസൂയലുമാക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു കൗൺസിലിംഗ് ഒഫീഷ്യലായി ഇരിക്കുമ്പോൾ പോലും ഇത് പറയാൻ എനിക്ക് ലജ്ജ തോന്നുന്നില്ല. ഞാൻ ദിവ്യയോട് കുറച്ചു നേരം ഇതേക്കുറിച്ച് സംസാരിച്ചു നോക്കട്ടെ. ഒരു പക്ഷെ തന്റെ ഭർത്താവിനെ കുറിച്ച് മതിപ്പോടെ മറ്റൊരാൾ പറഞ്ഞാൽ ചില സ്ത്രീകളുടെ ഹൃദയം തുറക്കുന്നതായി എനിക്ക് അനുഭവമുണ്ട്. ഒരു സ്ത്രീ അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ പ്രത്യേകിച്ചും ഒരു മനസ്സിലാവൽ സംഭവിക്കാം. ലെറ്റ് us hope for the best. രോഹിത്, കുറച്ചു സമയം പുറത്തിരിക്കൂ. ഞാൻ ഇനി ദിവ്യയോട് തനിച്ച് സംസാരിക്കട്ടെ. ഒരു വലിയ പ്രതീക്ഷയുടെ മുഖപ്രസാദവുമായി രോഹിത് പുറത്തേക്ക് പോയി. ദിവ്യ തിടുക്കത്തിൽ അകത്തേക്ക് വന്നു. രോഹിത്തിന്റെ തെളിഞ്ഞ മുഖം കണ്ടതിന്റെ അപ്രിയം അവളുടെ മുഖത്ത് പ്രകടനമായിരുന്നു. എങ്കിലും രജനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ എത്ര നേരം എന്തെല്ലാം പറഞ്ഞിട്ടും അവൾക്ക് രോഹിത്തിന്റെ അമിതമായ സ്നേഹത്തടവിൽ നിന്ന് രക്ഷപ്പെടണം പോലും. അവസാനം രജനി തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചോദ്യം ദിവ്യയ്ക്ക് നേരെ എറിഞ്ഞു. നിനക്കിനി ഇവനെ വേണ്ടെങ്കിൽ നിന്റെ ഈ രോഹിത്തിനെ ഞാൻ എടുത്തോട്ടെ? ദിവ്യയ്ക്ക് അത് കേട്ട ഒരു കൂസലും ഉണ്ടായില്ല. എങ്ങനെയൊക്കെയോ എന്നോട് പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല മാഡം, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. അധികം വൈകാതെ ദിവ്യയുടെയും രോഹിത്തിന്റെയും ഡിവോഴ്സ് കുടുംബ കോടതിയിൽ വെച്ച് കഴിഞ്ഞു. പിന്നീട് എപ്പോഴോ തന്റെ സ്വാതന്ത്ര്യത്തിന്റെ ദിനങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന ദിവ്യ ആകസ്മികമായി ഒരു പ്രൈവറ്റ് യൂട്യൂബ് ചാനലിൽ ഒരു ന്യൂസ് കണ്ടു. കുടുംബ കോടതിയിലെ വനിതാ കൗൺസിലർ ഡിവോഴ്സിന് മുൻപുള്ള കൗൺസിലിങ്ങിന് വന്ന യുവാവിനെ വിവാഹം കഴിച്ചു. ആ വാർത്തയ്ക്ക് താഴെയുള്ള ഫോട്ടോയിൽ പ്രണയം തുളുമ്പുന്ന മുഖവുമായി നിൽക്കുന്ന രജനിയെ പുറകിലൂടെ വലത് കൈകൊണ്ട് തന്നെ സ്നേഹത്തോടെ ഒന്നുകൂടി ചേർത്ത് മുറുക്കി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്നു രോഹിത് എന്ന ദിവ്യയുടെ പഴയ ഭർത്താവ്.